ഇടുക്കിയിലെ വട്ടവടയിലെ ആ ഗ്രാമത്തിലെ ആളുകളുടെ ഭാഷയിൽ കേരളത്തിലെ പൊതുസമൂഹത്തോട് വൈകാരികമായി സംസാരിച്ച ആളുകളാണ് ഇവിടുത്തെ CPM എന്ന് പറയുന്നത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് അവരുടെ വോട്ട് സ്വീകരിക്കുന്നതിനെതിരെ UDF-നെതിരെ ശക്തമായി സംസാരിച്ച് ഇപ്പോൾ SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാൻ ഒരു പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അത് പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യേണ്ട ഒരു നിർബന്ധിതാവസ്ഥയിലേക്ക് CPM-ഉം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. ഉദ്യോഗ തലങ്ങളിൽ 103% പിന്നിലാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായം ഇവിടുത്തെ ഉദ്യോഗ തലങ്ങളിലുള്ളത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെയുള്ള ആരാധനാലയങ്ങളാവട്ടെ, അതിൻ്റെ സ്വാതന്ത്ര്യമാകട്ടെ, ആരാധനാ സ്വാതന്ത്ര്യങ്ങളാവട്ടെ, അതേപോലെ തന്നെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളുടെ ഒരു കമ്മ്യൂണലായിട്ട് അല്ലെങ്കിൽ സാമുദായികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇതൊക്കെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ട്. സ്വയം ഒരു ഭയപ്പാട് അവർ മനസ്സിലേക്ക് വന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. ഈ 10 വർഷക്കാലം ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളാണത്. കേരളം തെരഞ്ഞെടുപ്പ് ചൂടിൻ്റെ അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഏതാനും ദിവസങ്ങൾക്കപ്പുറം നിയമസഭാ ഇലക്ഷൻ നടക്കാനിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ കോളിളക്കങ്ങൾ, ചർച്ചകൾ, വിവാദങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ ഇക്കഴിഞ്ഞ ഒരാഴ്ച എടുത്തു നോക്കുമ്പോൾ പ്രധാനമായും ഈ SDPI ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ഒരു വിവാദത്തെ നമ്മൾ കാണുകയുണ്ടായി. SDPI കേരളത്തിന് അങ്ങേ വടക്ക് അറ്റത്ത് മഞ്ചേശ്വരത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. പേരിൽ പോലുമുണ്ട് ചില പ്രശ്നങ്ങൾ. KM അഷ്റഫ് എന്ന അവിടെയുള്ള UDF സ്ഥാനാർത്ഥി, ഇവിടെ SDPI നിർത്തിയത് KM അഷ്റഫ് എന്ന് അപരൻ എന്നുവരെ തോന്നിക്കാവുന്ന രൂപത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി. പിന്നെ മറ്റൊരു ബാക്ക് ഫയർ നമുക്കറിയാം. കേവലം 1000-ൽ താഴെ 800ഓളം വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം UDF അവിടെ BJPക്കെതിരെ വിജയിച്ചു കയറിയത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലൊക്കെ അത്തരമൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ ചില ഔചിത്യക്കുറവുകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ആദ്യഘട്ടത്തിൽ സമ്മതിക്കാൻ തയ്യാറായില്ല എന്നാണ് നമ്മുടെയൊക്കെ വിലയിരുത്തൽ. പിന്നീട് ഒരുപാട് ബാഹ്യ സമ്മർദ്ദങ്ങളൊക്കെ വന്ന് ആ നിലക്ക് ഒരു വേള നിർബന്ധിതമായി ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ എന്നതാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പിന്നീട് പലയിടത്തും LDF-ന് പിന്തുണ കൊടുക്കുന്നൊരു സാഹചര്യത്തിലേക്കാണ് SDPIയുടെ നിലപാടുകൾ നമ്മൾ വായിക്കുന്നത്. ഏതായാലും ഇവിടെ ഈ ഒരു വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഫാസിസത്തിനെതിരെ, RSSനെതിരെ ഞങ്ങളാണ് വലിയ പോരാളികൾ എന്ന് പറഞ്ഞ് വീമ്പ് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന SDPI തന്നെ പലപ്പോഴും ഇത്തരത്തിൽ BJP, RSSനെ പലയിടങ്ങളിലും വിജയിക്കാൻ വേണ്ടി പരോക്ഷമായി സഹായിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. അതാണ് നിലപാടുകളിലൂടെ പ്രതിഫലിക്കുന്നത്. അവിടെ എന്താണ് നമുക്ക് പറയാനുള്ളത്? മഞ്ചേശ്വരം എന്ന മണ്ഡലത്തിൻ്റെ പ്രത്യേകത ഷമീൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ BJPയുടെ 2ാം സ്ഥാനത്ത് വരുന്ന എണ്ണപ്പെട്ട കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ ഒന്നാണ്. 2ാം സ്ഥാനം എന്ന് പറയുന്നത് കഴിഞ്ഞ 2 നിയമസഭാ ഇലക്ഷനുകൾ എടുത്തു നോക്കിയാൽ വളരെ ചെറിയ ഒരു ഭൂരിപക്ഷത്തിലാണ് അവിടെ BJP പരാജയപ്പെട്ടത്. ഞാൻ UDF ജയിച്ചത് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ BJP പരാജയപ്പെട്ടത് എന്നതാണ് അവിടുത്തെ നമ്മൾ ഉയർത്തിക്കാട്ടേണ്ട പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ വികാരം അങ്ങനെയാണല്ലോ. അതെ. അപ്പോൾ തീർച്ചയായും അവിടെ വരുന്ന ഏതൊരു ശ്രദ്ധക്കുറവും, അവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും എടുക്കുന്ന ഏതൊരു പോളിസിയും ആ ഒരു പോയിൻറ്റിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം പോളിസി എടുക്കാൻ. പക്ഷേ നേരത്തെ ഷമീൽ പറഞ്ഞതുപോലെ അവിടെ SDPIയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവുകയും കേരളത്തിലെ പൊതുവായി എല്ലാ ആളുകൾക്കും ഇത് BJPയുടെ ഒരു വിജയത്തിലേക്ക് എത്തിക്കും എന്ന ഒരാശങ്ക, അത് കേരളത്തിലെ മതേതരമായി ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിലുണ്ടാകുന്ന ഒരു ആശങ്കയാണ്. ആ ആശങ്ക ഇവിടുത്തെ ചില മതസംഘടനകളും വ്യക്തികളും ഒക്കെ വളരെ ശക്തമായി പറഞ്ഞു. ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ അത് അത്ര ഉറക്കെ പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വിസ്ഡം യൂത്ത് ആ വിഷയത്തിൽ നല്ലൊരു പ്രതികരണം നടത്തിയിരുന്നു. SKSSFൻ്റെ SYSൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു, ഇതര മതസംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായി. ആ നിലക്ക് ഒരു സോഷ്യൽ ആയിട്ടുള്ളൊരു സമ്മർദ്ദമുണ്ടായപ്പോൾ SDPIക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരികയും അവർ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയും ചെയ്തു. സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതോടുകൂടി അവരുടെ ജില്ലാ ഭാരവാഹിയായിരുന്ന ഈ സ്ഥാനാർത്ഥി തൻ്റെ ഉത്തരവാദിത്തം രാജിവെച്ചു. പിൻവലിക്കുന്ന സമയത്തു തന്നെ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ അവരുടെ തന്നെ ഭാരവാഹിയായിട്ടുള്ള ഒരാൾ ഒരു ഭാഗത്ത് BJPയെയും മറുഭാഗത്ത് SDPയെയും മുന്നിൽ വെച്ചുകൊണ്ട് CPM ഡീല് നടത്തുന്നു എന്ന് SDPIയുടെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള ഒരാൾ തന്നെ തുറന്നു പറഞ്ഞത് SDPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ക്ഷീണമാണ്. അത് കേൾക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. പൊതുവിൽ വലിയ ഫാസിസ്റ്റ് വിരുദ്ധ ആശയങ്ങൾ പ്രസംഗിക്കുന്ന ആളുകളാണല്ലോ ഇവർ.
മറ്റൊന്ന് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയുടേതായി ഇവരുടെ പഴയ പ്രസിഡൻറ്റിൻ്റെ ഒരു പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റ് വരികയും പിന്നീട് അദ്ദേഹം തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ പൊതുസമൂഹത്തിൽ മാത്രമല്ല, പൊതുസമൂഹം ഉയർത്തിവിട്ട നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം മുന്നോട്ട് വെച്ച ആ ആശയം അവരുടെ ഉള്ളിൽ തന്നെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ അതിൽ നിന്ന് പിന്നോട്ട് മാറുകയും ചെയ്തു എന്നതാണ് നമ്മളതിൽ കാണുന്നത്. ഏറ്റവും പിന്നോട്ട് പോയതിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അതെ, ആ നിലക്ക്. അപ്പോൾ അതിൽ പക്ഷെ അത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് ആ സ്ഥാനാർത്ഥി പോലും പറഞ്ഞത്. അതെ, എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് പിന്നീട് അങ്ങോട്ട് അവർ എടുക്കുന്ന ഓരോ നിലപാടിലും കുറേ അവ്യക്തതകളുണ്ട്. അത് വിശദീകരിക്കാൻ SDPIക്ക് ബാധ്യതയുണ്ട്. ഒന്ന്, അവരിപ്പോൾ ഒരു സാങ്കേതിക പദത്തെയാണ് മുന്നിൽ വെക്കുന്നത്. ഞങ്ങൾ പറയുന്നത്, ഇനി പറയുന്നത് പോസിറ്റീവ് രാഷ്ട്രീയമാണ്. ഇതുവരെ ഞങ്ങൾ പറഞ്ഞിരുന്നതിൽ നെഗറ്റീവ് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. നെഗറ്റീവ് രാഷ്ട്രീയത്തിൻ്റെയും പോസിറ്റീവ് രാഷ്ട്രീയത്തിൻ്റെയും ചില സാങ്കേതിക പദങ്ങൾ കൊണ്ട് തങ്ങൾ ചെയ്തതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളെ ന്യായീകരിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്നലത്തേതാണോ എന്നെനിക്കറിയില്ല, ഞാൻ ഇന്ന് ഒരു അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ ഒരു വാർത്താ ചാനലിന് കൊടുത്ത അവതരണത്തിനിടയിലെ ചില ചോദ്യങ്ങൾക്ക് പറയുന്നൊരു ഉത്തരങ്ങൾ അദ്ദേഹം ചാനലിനോട് സംസാരിക്കുകയാണ്, വീഡിയോ തന്നെയാണ് സംസാരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഫാഷിസത്തെ പരാജയപ്പെടുത്താനുള്ള ഹോൾസെയിൽ കരാർ ഞങ്ങൾ എടുത്തിട്ടില്ല. ഫാഷിസത്തെ പരാജയപ്പെടുത്താനുള്ള ഹോൾസെയിൽ കരാർ ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് പച്ചക്ക് SDPI പറയുമ്പോൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതാണോ ഇപ്പോൾ പറയുന്നതാണോ കാപട്യം? ഏതാണ് അവരുടെ ശരിയായ നിലപാട്? അത് പറയാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. ഇതുവരെ അവർ ഇവിടുത്തെ എല്ലാ മതസംഘടനകളും ഇവിടുത്തെ എല്ലാ ഇതര സംവിധാനങ്ങളും ഫാഷിസത്തിന് കുനിഞ്ഞുകൊടുക്കുന്നു, ഞങ്ങൾ മാത്രമാണ് അവർക്കെതിരെ എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നവർ ഒരു ചാനലിൽ വന്ന് പച്ചക്ക് പറയുന്നു, ഫാഷിസത്തെ പരാജയപ്പെടുത്താനുള്ള ഹോൾസെയിൽ കരാർ ഞങ്ങൾ എടുത്തിട്ടില്ല, ഞങ്ങളുടേത് ഇനി പോസിറ്റീവ് രാഷ്ട്രീയമാണ്, ആര് ജയിക്കും ആര് തോൽക്കും എന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ പറയാതെ പറയുന്നത് ഇവിടെ BJPക്ക് ഒരു സീറ്റ് ഉണ്ടായാലും പ്രശ്നമില്ല, ഞങ്ങൾക്ക് സ്വാധീനമുള്ളിടത്തെല്ലാം ഞങ്ങൾ മത്സരിക്കും. ഇന്നലത്തെ ചർച്ചയിൽ അദ്ദേഹം പറയുന്നുണ്ട്, 114 മണ്ഡലങ്ങളിൽ ഞങ്ങൾ നിലപാട് പ്രഖ്യാപിക്കാൻ പോകുന്നു. 114 മണ്ഡലങ്ങളിൽ ഞങ്ങൾ നിലപാട് പ്രഖ്യാപിക്കാൻ പോകുന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കാൻ തുടങ്ങി കാലം കുറേയായി. എന്താണ് നിലപാട് പ്രഖ്യാപിക്കാൻ ഇത്ര താമസം? എന്തുകൊണ്ട് അവർക്ക് ഇതുവരെയും നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത എന്തു പ്രതിസന്ധിയിലാണ് അവർ അകപ്പെട്ടിട്ടുള്ളത്? അവരത് സമൂഹത്തോട് പറയട്ടെ. ഇവിടെ ഇപ്പം അത് കഴിഞ്ഞ് പിന്നീട് കാണുന്നത് എന്താണ്? പിന്നീട് അവർ പൂർണ്ണമായും ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയാണ് സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഥവാ ഇവിടുത്തെ രാഷ്ട്രീയ പൊതുബോധത്തെ വേറെ ഒരു ദിശയിലേക്ക് ട്വിസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ അതങ്ങനെ മാറിപ്പോകുമോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇവിടെ ഒരു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭരണവിരുദ്ധ വികാരമില്ല. ഞാൻ പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് LDF വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, UDF വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പിന്തുണയ്ക്കുന്നതിനെ വിമർശിക്കുകയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അനുകൂലിക്കുന്നത് എതിർക്കുകയോ ചെയ്യാനൊന്നും നമ്മളാളല്ല, അത് നമ്മുടെ ഭാഗവുമല്ല. പക്ഷേ ഇവിടെ ഇടതുപക്ഷത്തെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു ക്രൈസിസ് ഉണ്ടാക്കുന്നുണ്ട്. അവർക്കും ഇതൊരു വലിയ ക്രൈസിസാണ്. കഴിഞ്ഞ 2 ദിവസത്തെ ചർച്ചകളൊക്കെ എടുത്തു നോക്കിയാൽ അവർ ഇതിനെ എങ്ങനെ ന്യായീകരിക്കുമെന്നാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കാണെങ്കിൽ ഇതുവരെ പറഞ്ഞ നിലപാടിൽ നിന്ന് ഒരുപാട് പിന്നോട്ട് പോകേണ്ടി വന്നു. SDPIയുമായി ബന്ധപ്പെട്ട് DYFIക്കകത്ത് അവർ കയറിക്കൂടുന്നു എന്ന ചർച്ച CPM നടത്തിയ ആളുകളാണ്. SDPIയുടെ ആളുകൾ ഇതിനകത്ത് കയറാൻ, ഈ പാർട്ടിക്കകത്ത് നുഴഞ്ഞു കയറാൻ പാടില്ല എന്ന് സർക്കുലർ കൊടുത്ത ആളുകളാണ്. SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് നേരത്തെ ശക്തമായി പറഞ്ഞ ആളുകളാണ്. മാത്രവുമല്ല SDPI ഇവിടെ ന്യൂനപക്ഷ തീവ്രവാദം കളിക്കുന്നു എന്ന് നിരന്തരമായി ഇവിടുത്തെ കേരളീയ മുസ്ലിങ്ങളോട് സംസാരിച്ചിരുന്ന ആളുകളാണവർ. എത്രത്തോളം മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിൻ്റെ കൊലയ്ക്ക് കാരണം അതിലെ പ്രതികൾ SDPIക്കാരാണെന്ന് ആവർത്തിച്ചു പറയുകയും നാൻ പെറ്റ മകനെ എന്ന ആ ഒരു വാചകം ഇടുക്കിയിലെ വട്ടവടയിലെ ആ ഗ്രാമത്തിലെ ആളുകളുടെ ഭാഷയിൽ കേരളത്തിലെ പൊതുസമൂഹത്തോട് വൈകാരികമായി സംസാരിച്ച ആളുകളാണ് ഇവിടുത്തെ CPM എന്ന് പറയുന്നത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് അവരുടെ വോട്ട് സ്വീകരിക്കുന്നതിനെതിരെ UDFനെതിരെ ശക്തമായി സംസാരിച്ച് ഇപ്പോൾ
SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാൻ ഒരു പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അത് പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യേണ്ട ഒരു നിർബന്ധിത അവസ്ഥയിലേക്ക് CPM-ഉം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് SDPI ആർക്ക് പിന്തുണ കൊടുക്കുന്നു നമുക്ക് പ്രശ്നമല്ല. പക്ഷേ നിലവിലെ ഒരു 10 കൊല്ലത്തെ ഭരണത്തിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊരു വിശദീകരണം കൊടുക്കാൻ SDPIക്ക് ബാധ്യതയുണ്ട്. ഒന്ന്, ഏറ്റവും അവസാനത്തെ ചില ഉദാഹരണങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അദ്ദേഹം മലപ്പുറത്തെ മുസ്ലിങ്ങളെക്കുറിച്ച്, ഇവിടുത്തെ മുസ്ലിങ്ങൾ കാരണം ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കാൻ അവർക്ക് ശ്വാസതടസ്സം ഉണ്ടാകുന്നു, ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ പിന്നീട് CPM തന്നെ അത് മുസ്ലിം ലീഗിനെയാണ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അതിനെ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തു, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി. ഈ വിഷയത്തിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ ചില കൺസേണുകളുണ്ട്. ആ വിഷയത്തിൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പറഞ്ഞ് അവർക്ക് പിന്തുണ കൊടുക്കുമ്പോൾ, മങ്കടയിൽ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുമ്പോൾ, വേങ്ങരയിൽ സ്ഥാനാർത്ഥിയെ SDPI നിർത്താതിരിക്കുമ്പോൾ ആ വിഷയത്തിൽ അവർ വിശദീകരിക്കേണ്ടതുണ്ട്. വിശദീകരണം പറയുക എന്ന അവരുടെ ഉത്തരവാദിത്വമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖവും മലപ്പുറം ജില്ലയും ഇവിടുത്തെ കുറ്റകൃത്യങ്ങളെയും ബന്ധിപ്പിച്ച് നടത്തിയ ആ ഭാഗവും, അത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ ചില കൺസേണുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് LDFന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ SDPIക്ക് അത് വിശദീകരിക്കാൻ ബാധ്യതയുണ്ട്. ഇവർ തന്നെയാണ് ഇവിടുത്തെ പോലീസിനകത്തുള്ള സംഘി സാന്നിധ്യത്തെക്കുറിച്ച് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരുന്നത്. PM ശ്രീയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട ന്യൂനപക്ഷങ്ങളുടെ ആശങ്കകളെക്കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മറച്ചുവെച്ച് വളരെ പരസ്യമായി LDFൻ്റെ ഭാഗത്തേക്ക് അവർ ചായ്ഞ്ഞു നിൽക്കുമ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതൊന്നും നമ്മുടെ ഭാഗമല്ല. പക്ഷേ അത് പറയുമ്പോൾ ഇതൊന്നും അങ്ങനെ ഒരു വിശദീകരണം ഇല്ലാണ്ട് ഒരു സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. ഇപ്പോൾ വിസ്ഡത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ സ്പോട്ട് ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഇപ്പോൾ SDPIയുടെ കാര്യത്തിൽ ഇങ്ങനെ തലയിടുന്നത് എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും. ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞു, പല രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും വിസ്ഡവുമായി ബന്ധപ്പെട്ട് ഈ സംവിധാനങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനമൊക്കെയായി ബന്ധപ്പെട്ട് അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ SDPIയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വന്ന ഒരു ഇവരുമായി ബന്ധപ്പെട്ട ഒരാളുടെ ഒരു കുറിപ്പ് ഞാൻ വായിക്കേണ്ടായി. അതിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്. അത് ജസ്റ്റ് എനിക്ക് വായിക്കാൻ കഴിയുന്നതാണ് വിചാരിക്കുന്നത്, അതിൽ നിന്ന് തന്നെ ഉദ്ധരിക്കാൻ കഴിയുന്നതാണ് വിചാരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്. എന്താ പറയണമെന്നറിയോ? ഞങ്ങൾ ഇവിടുത്തെ SDPIക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല ഞങ്ങളെ നിങ്ങൾ വിമർശിക്കണ്ട. അവർ പറയാണ് എന്താ പറയണത്? ഈ സംഘടനയ്ക്ക് ബീജാഭാവം നൽകിയ ഇസ്ലാമിക പ്രസ്ഥാനം, അതിലെ ഓരോ പ്രവർത്തകരും ഇതിൻ്റെ ഭാഗമാകുന്ന സമയത്ത് അള്ളാഹുവുമായി സുദൃഢമായ ഒരു കരാർ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. അള്ളാഹുവുമായി സുദൃഢമായ ഒരു കരാർ ചെയ്തിട്ടാണ് ഈ SDPIക്ക് ബീജാഭാവം നൽകിയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവുമായുള്ള ആ കരാർ ഏതു തരത്തിലാണ് മുറുകെ പിടിക്കേണ്ടത് എന്നും അതിൻ്റെ ഗൗരവം എത്രയെന്നും ഞങ്ങൾക്ക് നന്നായി അറിയാം ഇൻഷാ അള്ളാഹ്. അതായത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ തരത്തിൽ അതിൻ്റെ ഒരു മെമ്പറും ഈ തരത്തിലുള്ളൊരു വാചകം പ്രയോഗിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. SDPIയെപ്പോലെ വെൽഫെയർ പാർട്ടിയെപ്പോലുള്ള ആളുകൾ അവർ രാഷ്ട്രീയം പറയുമ്പോൾ അതിൻ്റെ പിന്നിലെന്തുണ്ട്? ഒരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെയും ഹദീസുകളെയും ഉദ്ധരിച്ചും വിശദീകരിച്ചും വ്യാഖ്യാനിച്ചും ദുർവ്യാഖ്യാനിച്ചും ഒരു സംവിധാനമുണ്ടാക്കുകയും ആ സംവിധാനത്തിൻ്റെ പുറത്ത് രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഒരു മതസംഘടന എന്ന നിലക്ക് അതിൽ നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വരും. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിരുന്നു സിമി. ജമാഅത്തെ ഇസ്ലാമി അവരുടെ മൗദൂദിയൻ ആശയങ്ങളിൽ വെള്ളം ചേർക്കുന്നു എന്ന് പറഞ്ഞ് സിമി കുറച്ചുകൂടി തീവ്രമായി അതിൽ നിന്ന് മാറി ചിന്തിക്കുകയും പിന്നീട് സിമി നിരോധിക്കപ്പെടുകയും ചെയ്തു. ആ സിമിയാണ് പിന്നീട് NDF ആയി മാറിയത് കേരളത്തിൽ. ആ NDF ആണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ടായി മാറിയത്. ആ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചാണ് SDPIക്ക് ബീജാഭാവം നൽകിയ ഞങ്ങളുടെ മാതൃസംഘടന എന്ന് ഈ SDPIയുടെ
പിന്നെ അതുമായി ബന്ധപ്പെടുന്ന ഒരാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുള്ളത്. അഥവാ ഇതുണ്ടാകുന്നത് ഇസ്ലാമിക പ്രമാണങ്ങളെ വളച്ചൊടിച്ചും ദുർവ്യാഖ്യാനിച്ചും ഒരു സംവിധാനത്തെ ഉണ്ടാക്കിക്കൊണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ അതൊരു നിലപാട് പറയുമ്പോൾ, അതിവിടെ നിലനിൽക്കുമ്പോൾ അതിൻ്റെ ആശയങ്ങളെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ഒരു മതസംഘടന എന്ന നിലയ്ക്ക് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ ഇടപെടുന്നതും ഈ വിഷയങ്ങൾ ചർച്ചയാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും. അതെ, ക്ലിയറാണ് മുജീബ് ഖാ. ഇവിടെ ഇപ്പോൾ ഈ മതേതര സാമുദായിക പാർട്ടികളൊന്നും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, അങ്ങനെ വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ അതിനൊക്കെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കാതെ ഈ രൂപത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് വീണ്ടും മുറിവേൽപ്പിക്കുന്ന രൂപത്തിൽ അവനവൻ്റേതായ ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുകയും ഇതുപോലുള്ള ചർച്ചകൾ ഉണ്ടാക്കുകയും വില കുറഞ്ഞ വിലപേശലുകളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമല്ല സത്യത്തിൽ ഇവിടേക്ക് ഒരു അപകടം സൃഷ്ടിക്കുന്നത്. അതിപ്പോൾ നമുക്കും ഓരോരുത്തരും അവനവൻ്റേതായ ചെറുതും വലുതുമായ പാർട്ടികൾ ഉണ്ടാക്കി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതല്ലേ സത്യത്തിൽ ഇവിടെ ഒരു അടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത്. അതെ, ഇപ്പോൾ ഇന്ത്യയിൽ പിന്നെ ഉത്തരേന്ത്യയിൽ സാധാരണയായിട്ട് ഈ വോട്ട് സ്പ്ലിറ്റ് വരുന്നത് ഇതുപോലെയുള്ള ന്യൂനപക്ഷങ്ങൾ അവരുടെ വോട്ട് സ്പ്ലിറ്റായി വരുമ്പോഴാണ് ഇവർ മുന്നോട്ട് വരുന്നത്. BJP ആവട്ടെ, സംഘപരിവാര രാഷ്ട്രീയങ്ങളാവട്ടെ, അത് രാഷ്ട്രീയത്തിലേക്കും അധികാരത്തിലേക്കും അവർ കടന്നു വരുന്നത് ഇങ്ങനെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ്. ആ ഒരു മെത്തേഡാണ് യഥാർത്ഥത്തിൽ കേരളത്തിലും SDPI ഇവിടെ നടപ്പിലാക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും നേരത്തെ ഒരു ഒരു ദാർശനികമായ ഒരു തലം പറഞ്ഞല്ലോ. ശരിക്കും വെച്ചാൽ ഇപ്പോൾ 1979 ഇറാൻ വിപ്ലവം നടന്നത്. ആ ഇറാൻ വിപ്ലവം നടന്നതിൻ്റെ ഒരു ദാർശനിക പശ്ചാത്തലം SDPIക്കുണ്ട് എന്നൊരു നിരീക്ഷണമുണ്ട്. മാത്രമല്ല അവർ വെച്ചാൽ ഈ പ്രതിരോധ രാഷ്ട്രീയമാണ് അവർ മുതൽ മുടക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഴുവൻ മലയാളികളും ആത്മാർത്ഥമായി കുറച്ചൊരു ഈ കേരളത്തോടും മലയാളത്തോടൊക്കെ ഒരു ആത്മാർത്ഥതയുള്ള ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായി പ്രതിരോധിക്കേണ്ട ഒരു രാഷ്ട്രീയമാണ് BJPയുടേത്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം കേരളത്തെക്കുറിച്ച് തീവ്രവാദത്തിൻ്റെ ഹബ്ബാണ് കേരളം എന്നവർ പറഞ്ഞു. അതേപോലെ തന്നെ കേരളം സോമാലിയ പോലെയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. റിയൽ കേരള സ്റ്റോറികൾ റിയൽ കേരള സ്റ്റോറി പിന്നെ അതിലെ സിനിമ ഇറക്കി അതിലുള്ള കുറേ നുണകൾ കേരളത്തെക്കുറിച്ച് മാത്രമാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കേരളീയ സമൂഹത്തിലേക്ക് വന്നുകൊണ്ടാണ് BJP രാഷ്ട്രീയം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഈ SDPI മാത്രമല്ല മുഴുവൻ ആളുകളും BJP രാഷ്ട്രീയത്തെ പ്രതിരോധിക്കേണ്ട ഈ സാഹചര്യത്തിൽ മഞ്ചേശ്വരത്ത് അവർ സ്ഥാനാർത്ഥിയെ നിർത്തി. ഇപ്പോൾ ഞാൻ നേരത്തെ നിഷാദ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ പിൻവലിക്കുന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞത് ഞങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് പിൻവലിച്ചതെന്നാണ്. ശരിക്കും അവരെ സ്നേഹിക്കുന്ന ജനങ്ങളെ അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത് ഈ നിങ്ങളുടെ രാഷ്ട്രീയം ഈ കേരളത്തിൽ ആവശ്യമില്ല എന്നാണ്. അതാണ് നേരത്തെ സെമിയിൽ ചോദിച്ചൊരു സംഗതി. ഈ ന്യൂനപക്ഷ രാഷ്ട്രീയ അത് സംഘടിക്കുക എന്ന് പറയുന്നത് ഒരുപാട് അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ആ അവകാശങ്ങൾ ഇന്ത്യയിലുടനീളം ആ നിലക്ക് അവകാശ സംരക്ഷണ പോരാട്ടമൊക്കെ നടന്നത് ന്യൂനപക്ഷങ്ങൾ പലപ്പോഴും സംഘടിച്ചത് കൊണ്ടാണ്. ആ ഒരു സംഘടിതമായ ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അതിനെ തകർത്തെറിയാൻ വേണ്ടിയുള്ള ഒരു കരുനീക്കമാണ് യഥാർത്ഥത്തിൽ SDPI പോലെയുള്ള സംഘടനകൾ കടന്നു വരുന്നത്. നമുക്കറിപ്പോൾ ഇവിടെ പിന്നെ BJPൻ്റെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഈ SDPIൻ്റെ ദർശനം എന്ന് പറഞ്ഞാൽ ആ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ഭയത്തിൽ നിന്നും അതേപോലെ വിശപ്പിൽ നിന്നുമുള്ള മോചനമാണ്. അവർ മുന്നോട്ട് വെക്കുന്ന കാര്യമാണ്. അത് ഫ്രീഡം ഫ്രം ഹംഗ്രി, ഫ്രീഡം ഫ്രം ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അവരുടെ മുദ്രാവാക്യം. എന്നാൽ യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 10 വർഷക്കാലം മുസ്ലിങ്ങൾ കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇപ്പോൾ അവിടെ ഏറ്റവും മുന്നോട്ട് കൊണ്ടുവരേണ്ട ഭരണകൂടം തന്നെ തീർച്ചയായിട്ടും ഇവിടെ ഉദ്യോഗ തലങ്ങളിൽ 103% പിന്നിലാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായം ഇവിടുത്തെ ഉദ്യോഗ തലങ്ങളിലുള്ളത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെയുള്ള ആരാധനാലയങ്ങളാവട്ടെ, അതിൻ്റെ സ്വാതന്ത്ര്യമാകട്ടെ, ആരാധനാ സ്വാതന്ത്ര്യങ്ങളാവട്ടെ, അതേപോലെ തന്നെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളുടെ ഒരു കമ്മ്യൂണലായിട്ട് അതിൽ സാമുദായികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇതൊക്കെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ട്. സ്വയം ഒരു ഭയപ്പാട് അവർ മനസ്സിലേക്ക് പിന്നെ വന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. ഈ 10 വർഷക്കാലം ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളാണത്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ അതിശക്തമായി ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയും ന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷണത്തിന് നിൽക്കേണ്ട ആളുകൾ, സമൂഹം അത് ഭിന്നിച്ചു പോകുന്നത് ഏറെ ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നേരത്തെ നിഷാദ് സംസാരിച്ചതുപോലെ മുജാഹിദ് പ്രസ്ഥാനം ഇത്തരം വിഷയങ്ങൾ മുൻനിർത്തി സംസാരിക്കുന്നതെന്ന് മാത്രം.